ഹായ് എവരിവൺ, നമസ്കാരം. കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ദ പേപ്പർ കോഡ് ഈസ് MPH-014. So here we are going to deal with the introduction part of this paper. So firstly we should know what is computational physics, isn't it? So theoretical physicsile എല്ലാ നിയമങ്ങളും നമുക്ക് മാത്തമാറ്റിക്കൽ ഫോം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലേ? ഫോർ എക്സാമ്പിൾ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to ma. Yes, correct. Similarly, ഓംസ് ലോനെ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to IR എന്ന ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം. സോ ഹിയർ ഈ നിയമങ്ങളൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഒരു ഫിസിക്സും മാത്സും തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് ഇതിൽ വ്യക്തമാവുന്നത്. ദർ ഇസ് എ ബ്യൂട്ടി ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ബിക്കോസ് ഒന്ന് ഉപയോഗിച്ചിട്ട് മറ്റൊന്നിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓംസ് ലോയിൽ കറന്റും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അതേപോലെ F is equal to ma. ഇവിടെ എമ്മും എയും ഉണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് തിങ്ക് ഓഫ് എ കോംപ്ലക്സ് പ്രോബ്ലം. സപ്പോസ് വി ആർ ഗോയിങ് ടു ഡു എ റോക്കറ്റ് ലോഞ്ച്. ഒരു റോക്കറ്റിന് എത്ര ഫ്യൂവൽ വേണം, ദ ഫ്യൂവൽ റിക്വയർമെന്റ് ഫോർ എ റോക്കറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതേപോലെ ആ റോക്കറ്റിന്റെ പാത്ത് എങ്ങനെയായിരിക്കും, ആ സാറ്റലൈറ്റിന്റെ ഓർബിറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂ സ്റ്റെപ്പിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇതൊരു കോംപ്ലക്സ് പ്രോബ്ലം ആണ്. സോ ഹിയർ കംസ് ദ സ്കോപ്പ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്. ഓക്കെ, സോ ഫസ്റ്റ്ലി വി ഷുഡ് നോ വാട്ട് ഈസ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്. Computational physics is the study and implementation of numerical analysis to solve problems in physics. ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെയാണ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയാം. സിമ്പിളായി പറഞ്ഞാൽ കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിംഗ് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം അല്ലെങ്കിൽ അനലിറ്റിക്കലി സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് വെച്ച് സോൾവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്. ആൻഡ് ഐ സെഡ് ദാറ്റ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ഇസ് ദ സ്റ്റഡി ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ അനാലിസിസ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ഫിസിക്സ്. എന്താണ് ഈ ടേം ന്യൂമറിക്കൽ അനാലിസിസ്? ന്യൂമറിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ന്യൂമറിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക. അതിനെയാണ് ന്യൂമറിക്കൽ അനാലിസിസ് എന്ന് പറയാം. ഓക്കെ, നൗ വാട്ട് ഈസ് ദ നീഡ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്? നമുക്കൊരു കോംപ്ലക്സ് റിയൽ ലൈഫ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സിമ്പിൾ കാൽക്കുലേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് വെച്ചിട്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ഫൈൻഡ് സ്കോപ്പ് ഇൻ കോംപ്ലക്സ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. ആൻഡ് if an equation is very lengthy, if an equation becomes very lengthy, it will be easier if we use computational physics. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ if we need millions of calculations to do in a problem, we can use computational physics and it will be very effective in solving that problem. And last, if an experiment is dangerous or expensive, we can use computational physics at low cost. So ഇതൊക്കെയാണ് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിന്റെ നീഡ് എന്ന് പറയുന്നത്. Now moving on to the paper. This paper contains two blocks, block 1 and block 2. ഈ രണ്ട് ബ്ലോക്കുകളായിട്ട് ടോട്ടൽ 8 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ബ്ലോക്ക് 1 is numerical methods 1 and block 2 is numerical methods 2. സോ എന്തുകൊണ്ടാണ് ന്യൂമറിക്കൽ മെത്തേഡ് 1, ന്യൂമറിക്കൽ മെത്തേഡ് 2 എന്ന് പേര് കൊടുത്തത്? സോ ബേസിക്കലി ബ്ലോക്ക് 1ലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് വളരെ ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ഡാറ്റ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന
ഒരു മെത്തേഡാണ് ബ്ലോക്ക് 1-ൽ വരുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ്. വൈൽ ഇൻ ബ്ലോക്ക് 2 it deals with advanced applications of numerical methods to solve problems. അതുകൊണ്ടാണ് ഇതിനെ 2 ബ്ലോക്കായിട്ട് ഡിസൈൻ ചെയ്യാൻ കാരണം. ഓക്കെ, സോ ഇൻ യൂണിറ്റ് 1 ബ്ലോക്ക് 1, യൂണിറ്റ് 1 is error analysis, യൂണിറ്റ് 2 is roots of polynomials, യൂണിറ്റ് 3 is numerical interpolation, extrapolation and regression, and unit 4 is numerical integration. ഇനി Block 2 deals with Unit 5 numerical differentiation, Unit 6 ordinary differential equations, Unit 7 linear algebra, Unit 8 introduction to stochastic method. അങ്ങനെ ടോട്ടൽ 8 യൂണിറ്റ് ആണ് ഈ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് എറർ അനാലിസിസ് ആണ്. അതായത് നമ്മളൊരു മെഷർമെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ അവിടെ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? സോ എന്താണ് ഈ എറർ, എങ്ങനെയാണ് ഈ എറർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, എന്താണ് ഈ എററിന്റെ ഒക്കെ സോഴ്സ്, ഇനി ഭാവിയിൽ എറർ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഹിയർ ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് മെഷറിംഗ് എറേഴ്സ്, സെക്കൻഡ് ചാപ്റ്റർ ഈസ് സോഴ്സസ് ഓഫ് എറേഴ്സ് ആൻഡ് ദ തേർഡ് ചാപ്റ്റർ ഈസ് propagation of errors. Now, unit 2 is roots of polynomials. ഓക്കെ, ഒരു പോളിനോമിയൽ തന്നാൽ അതിന്റെ റൂട്ട് എങ്ങനെ കാണാം? ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ ഇക്വേഷൻ x² - 4 = 0, ആ ഒരു ഇക്വേഷന്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ആ റൂട്ട് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. സോ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് ഈ യൂണിറ്റ് 2-ൽ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 2-ലെ ഫസ്റ്റ് ചാപ്റ്റർ ബൈസെക്ഷൻ മെത്തേഡ്, ചാപ്റ്റർ 2 ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആൻഡ് ചാപ്റ്റർ 3 സീക്കൻഡ് മെത്തേഡ്. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ ഉള്ളത്. നൗ യൂണിറ്റ് 3 ഈസ് ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ, എക്സ്ട്രാപോളേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ഒരു ഡാറ്റ തന്നിട്ട് അൺനോൺ വാല്യൂസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു യൂണിറ്റിൽ പറയുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ഇന്റർപോളേഷൻ, എക്സ്ട്രാപോളേഷൻ, റിഗ്രഷൻ അനാലിസിസ് എന്ന ഈ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. സോ ഈ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഇന്റർപോളേഷൻ, സെക്കൻഡ് ചാപ്റ്റർ ഡയറക്റ്റ് മെത്തേഡ്, തേർഡ് ചാപ്റ്റർ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ്, ഫോർത്ത് ചാപ്റ്റർ സ്പ്ലൈൻ മെത്തേഡ്, ഫിഫ്ത്ത് ചാപ്റ്റർ primer on statistical terminology, 6th chapter introduction to regression, 7th chapter linear regression, 8th chapter non-linear regression, 9th chapter adequacy of regression models. Moving on to unit 4, it is numerical integration അല്ലെങ്കിൽ numerical integral. അതായത് ഇന്റഗ്രേഷൻ വരുന്ന പ്രോബ്ലംസിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇന്റഗ്രൽ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് പ്രൈമർ ഓൺ ഇന്റഗ്രൽ കാൽക്കുലസ്, സെക്കൻഡ് ചാപ്റ്റർ ട്രപ്പിസോയിഡൽ റൂൾ, തേർഡ് ചാപ്റ്റർ സിംപ്സൺസ് 1/3 റൂൾ, ഫോർത്ത് ചാപ്റ്റർ ഗോസ് ക്വാഡ്രേച്ചർ റൂൾ, ഫിഫ്ത്ത് ചാപ്റ്റർ ഡിസ്ക്രീറ്റ് ഡാറ്റ ഇന്റഗ്രേഷൻ, സിക്സ്ത് ചാപ്റ്റർ ഇംപ്രോപ്പർ ഇന്റഗ്രേഷൻ. Now, unit 5 is numerical differentiation. For differentiation വരുന്ന പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. Here the first chapter primer on differential calculus, chapter 2 differentiation of continuous functions. Now unit 6 ordinary differential equations. അതിനെ നമ്മൾ ODE എന്ന ഷോർട്ട് ഫോം വെച്ചിട്ടാണ് പറയാ. So here the first chapter is primer on ordinary differential equations. Second chapter Euler's method, third chapter Runge-Kutta second order method, fourth chapter Runge-Kutta fourth order method. Now the unit 7 is linear algebra. അതായത് മെട്രിസസ് അതേപോലെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് അതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ലീനിയർ അൽജിബ്ര. ഇതൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, മെട്രിക്സ് എങ്ങനെ സോൾവ് ചെയ്യാം, സെറ്റ് ഓഫ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. So here the first chapter is system of equations, second chapter Gaussian elimination method, third chapter LU decomposition method, and finally the last unit is introduction to stochastic methods.
ഇവിടെ നമ്മൾ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ റാൻഡംനെസ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ നിരീക്ഷണം ഒക്കെ നടത്തുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് സ്റ്റോക്കാസ്റ്റിക് മെത്തേഡ്. അതാണ് ഈ യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ പ്രോബബിലിറ്റി ആണല്ലോ, ഇപ്പോൾ വെതർ ഫോർകാസ്റ്റിങ്ങിലൊക്കെ പ്രോബബിലിറ്റി ആണ് കൂടുതൽ. ഇപ്പോൾ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതേപോലെ ഇപ്പൊ ഒരു കോയിൻ ഒരു 10,000 ടൈംസ് ടോസ് ചെയ്യാണ്, എന്നിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഹെഡ് കാണണം. സോ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലമാണ്. സോ ഈ റാൻഡംനെസ് അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ന്യൂമറിക്കൽ അനാലിസിസ് അപ്ലൈ ചെയ്യുക, ന്യൂമറിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യുക, അതാണ് നമ്മൾ യൂണിറ്റ് 8ൽ നോക്കാൻ പോകുന്നത്. സോ ഹിയർ ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഇൻട്രൊഡക്ഷൻ ടു മോണ്ടെ കാർലോ ഇന്റഗ്രേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിംഗ്. സോ ഇങ്ങനെ 8 യൂണിറ്റ് ആണ് ഈ പേപ്പറിൽ ഉള്ളത്. സോ വി ക്യാൻ സ്റ്റഡി ദിസ് ഓൾ ഇൻ ഡീറ്റെയിൽ ഇൻ ദ ഫ്യൂച്ചർ വീഡിയോസ്. താങ്ക് യു.